അസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ടാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഇപ്പൊ എന്താണ് അസിഡിറ്റി? നമുക്ക് അനുഭവപ്പെടുന്ന രണ്ട് തരത്തിലുള്ള അസിഡിറ്റിയാണ്. ഒന്നാമത്തെ ഹൈപ്പർ അസിഡിറ്റി, ഒന്ന് ഹൈപ്പോ അസിഡിറ്റി. ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ അസിഡിറ്റി. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡ് കുറവായിട്ട് ഉത്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോ അസിഡിറ്റി. ഇത് രണ്ടിന്റെയും സിംറ്റംസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. നെഞ്ചരിച്ചില്, വയറ് വീർത്ത് കെട്ടല്, പുളിച്ചു കെട്ടല് ഒക്കെയാണ് ഇത് രണ്ടിന്റെയും സിംറ്റംസ്. പക്ഷെ ഇതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റും വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുക എന്നുള്ള അവസ്ഥ തന്നെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈപ്പോ അസിഡിറ്റിയിൽ ആസിഡ് കുറവ് കൊണ്ടും നമുക്ക് അസിഡിറ്റി ഉണ്ടാവുന്നുണ്ട്. ആ കാര്യം നമ്മൾ അറിയുന്നുമില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. അപ്പൊ എന്ത് തരത്തിലുള്ള അസിഡിറ്റി ആണെങ്കിലും നമ്മൾ നേരെ പോയിട്ട് എന്തെങ്കിലും ജലൂസിൻ പോലുള്ള മെഡിസിൻസ് ആണ് കഴിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളെ കണ്ടീഷൻ ഹൈപ്പോ അസിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജലൂസിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ എന്നും ആസിഡ് കുറയുകയും അത് പിന്നെ പ്രോട്ടീൻ പോലുള്ള